ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അവിടെയാണ് ഐവിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ശ്യാം, എപ്പോഴത്തേക്കായിരിക്കും മറ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? ഐവിൻ്റെ മൃതദേഹം നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ മോർച്ചറിയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് എന്തായാലും മറ്റൊരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ നടക്കുക. ഇവിടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഈ ഐവിൻ്റെ അയൽവാസിയുണ്ട്. ഐവിന് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ കാപ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസി, എന്താ പേര്? എൻ്റെ പേര് ജോസ്. ഈ ഐവിനെ അറിയാവുന്നതാണ്? അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ അയൽവക്കമാണ്, നെയ്ബറാണ്. ഐവിൻ അവിടെ കാപ്സിൽ ജോലി ചെയ്യണത്. രാത്രി 10 മണിയുടെ ഷിഫ്റ്റിലാണ് അവൻ ജോലിക്ക് കയറേണ്ടത്. 9:30 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു 9:50 കാപ്സിലേക്ക് അവൻ വിളിച്ചിട്ടുണ്ട്, റോഡിലൊരു പ്രോബ്ലം ഉണ്ട്, ഞാൻ 10 മിനിറ്റ് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10:30-ക്കുള്ളിൽ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവണം. ഞങ്ങളിത് അറിഞ്ഞ് വന്നതാണ്. സംഭവ സ്ഥലത്ത് പോയാൽ? ഇല്ലേ, സംഭവ സ്ഥലത്ത് പോയായിരുന്നു. എന്താ കാണുന്നത്? അല്ല, അവിടെ വണ്ടി കിടന്നു. അപ്പോഴേക്കും ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു CSF-കാരനെ, ഒരു UP സ്വദേശിയായി അയാളെ ഇവിടെ കൊണ്ടുവന്നു. നാട്ടുകാർ അയാളെ എന്തോ ദേഹോപദ്രവം ഏൽപ്പിച്ചു. അയാൾക്ക് മൂക്കിന് ഫ്രാക്ചർ ഉണ്ട്. ദെൻ ഇവിടെ പോലീസ് വന്നു മൊഴിയെടുത്തു. അയാൾ പോലീസിൻ്റെ ഒബ്സർവേഷനിലാണ്. അയാളും വേറൊരു ബീഹാർ സ്വദേശി ഉണ്ടായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെട്ടു. ഇന്ന് അതിനുശേഷം ഒരു 6 മണി 7 മണിയോടുകൂടി അയാളുടെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. എയർപോർട്ടിനുള്ളിൽ വന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. വളരെ കാര്യക്ഷമമായിട്ട് നെടുമ്പാശ്ശേരി പോലീസ് വളരെ സജീവമായി തന്നെ തുടക്കം മുതലുണ്ട്. ആദ്യഘട്ടത്തിലൊരു അപകടമായിട്ടാണ് പോലീസ് മുമ്പ് കണ്ടത്. പക്ഷേ ദൃക്സാക്ഷികളുണ്ടായിരുന്നു. ഇയാൾ ബോണറ്റിലേക്ക് ഇയാളെ വലിച്ച് ഇയാൾ കിടക്കുന്നതും അത് വണ്ടി പോകുന്നതും CCTV കണ്ടായിരുന്നു. പിന്നെ ഈ ഐവിൻ്റെ ഫോണിൽ നിന്ന് ഐവിൻ ഈ തർക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല 9:50 ഹോട്ടലിലേക്ക് വിളിച്ച് പറയുന്നു, റോഡിലൊരു തർക്കമുണ്ട്, ഞാൻ 10 മിനിറ്റ് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് പോലീസ് കണ്ടു. അങ്ങനെ 2 പേരാണ് ഇപ്പോൾ അക്യൂസ്ഡായിട്ട് മനസ്സിലാക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ 2 പേരെന്ന് പറയുന്ന അവരുമായിട്ട് ഐവിന് മുമ്പ് എന്തെങ്കിലും പരിചയമുള്ളതായിട്ട് വല്ല അറിയോ? ഒരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഐവിൻ കാപ്സിലാണ് ജോലി ചെയ്യണത്, കാസിനോ ഗ്രൂപ്പിൻ്റെ. മറ്റൊരു അതിനകത്ത് ജോലി ചെയ്യുന്നവരാണ്. അതായത് സഡൻ പ്രൊവോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്ന ഒരു കാര്യമായിരിക്കാനാണ് സാധ്യത. ഐവിൻ കാറിലാണോ സഞ്ചരിച്ചത്? ഐവിൻ കാറിലാണ്, ഓൾട്ടോ കാറിലാണ് ഐവിൻ സഞ്ചരിച്ചത്. അവരും കാറിലായിരുന്നു. ആ കാറ് CCTV കാണുന്നുണ്ടല്ലോ. ഐവിൻ്റെ ഓൾട്ടോ കാറാണ്. ഐവിൻ്റെ കാറിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐവിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഐവിൻ്റെ അപ്പച്ചൻ ഇവിടെ തന്നെ ഈ LF ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അമ്മ പ്രൊഫഷണലി നേഴ്സാണ്, ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഐവിനൊരു സഹോദരിയുണ്ട്. അയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ജോലിയാണ്, വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ നെയ്ബറാണ് ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഐവിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഐവിൻ അവിടെയാണല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഈ കാര്യം അറിഞ്ഞിരുന്നു? ഇന്ന് രാത്രി അപ്പം തന്നെ അറിഞ്ഞിരുന്നു. പോലീസ് അറിയിച്ചിരുന്നു. ഞങ്ങളുടെ സീനിയർ ഹെഡ്സിനെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തർക്കമുള്ള കാര്യം അവിടെ അതിനെപ്പറ്റി യാതൊന്നും പറയാനില്ല. ഓക്കെ, തീർച്ചയായിട്ടും അവരൊക്കെ വളരെ മനോവിഷമത്തിലാണ്. സ്വാഭാവികമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു തൊഴിലാളിയാണ് പെട്ടെന്ന് ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് അയാളെ കൊലപ്പെടുത്തുക. ഇപ്പോൾ ബന്ധുക്കളും മറ്റുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ, തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അതുകൂടി ഉപകാരപ്പെടുമായിരിക്കും പോലീസിന് തുടർന്നുള്ള നീക്കങ്ങൾക്ക്, നിയമപരമായി മുന്നോട്ടുള്ള പോക്കിനെന്ന് തോന്നുന്നു. ആ കാര്യങ്ങൾ കൂടി വീണ്ടെടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ആ ഫോണിൽ നിന്നും ശേഖരിക്കാനുള്ള ശ്രമമൊക്കെ പോലീസ് നടത്തുമായിരിക്കും എന്നും നമുക്ക് കരുതാം. എപ്പോഴത്തേക്ക് ഈ നടപടികൾ പൂർത്തിയാക്കുമായിരിക്കും? മോത്തി, അതായത് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. പോലീസ് എത്തി ആ ഇൻക്വസ്റ്റും മറ്റു കാര്യങ്ങൾ നടത്തിയ ശേഷമായിരിക്കും തൊട്ട് അടുത്ത സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അവിടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും നടക്കുക. ഒരു പക്ഷേ ഈ സഹോദരി അടക്കം എത്തിച്ചേരേണ്ടതുള്ളതിനാൽ തന്നെ ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഐവിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിരുന്നു. ഇന്നപോലെ റോഡിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആ പ്രശ്നം ഉണ്ടായതുകൊണ്ട് 10 മിനിറ്റ് താമസിച്ച് താൻ എത്തുകയുള്ളൂ എന്ന ഒരു കാര്യം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ഈ ഐവിനെ കൊലപ്പെടുത്തി